കൃപയിൽ നമുക്ക് വിഭാഗം ചെയ്യാൻ സാധിക്കാം. കൃപയെല്ലാം ഇവിടുത്തെ കിട്ടുന്നുണ്ടോ? കിട്ടാത്തവരൊക്കെ പ്രാർത്ഥിക്കണം. കൃപ എന്താണ് വെളിപ്പെടുത്തിയിട്ടാണ് അത് വചനം പഠിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാനികളാണെന്ന് പറയാം. ഇല്ല, അത് ഈശോയാണ്. പാപം ചെയ്യാതിരുന്ന ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പ്രവൃത്തിയാണെങ്കിലോ. അതുപോലെ റോമൻ 4:2 പറയുന്നത് ഇല്ല. റോമൻ 4:2 പ്രവൃത്തിന് മുമ്പിൽ നല്ല കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അത് മികച്ചതായിരിക്കും. അപ്പൊ ഞാൻ ഈ മൂല്യം വായിച്ചത് ശിഷ്യന്മാർ പെസഹ വിളിക്കുന്നു. പെസഹ കുഞ്ഞാനെ ബലികഴിക്കേണ്ടിയിരുന്ന എനിക്ക് ആ തത്വത്തിന്റെ ദിനം വന്നുകയായിരുന്നു. യേശു പത്രോസിനെ യോഹന്നാനെ വായിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കുന്നത് ചെയ്യുന്നില്ല. അവൻ അവനോട് ചോദിച്ചു, ഞാൻ എവിടെ വിളിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞില്ല, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് മുഴുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പെസഹ ഭക്ഷിക്കുന്നത് വിരുന്നുശാല എവിടെയാണ്? ഈ വിരുന്നുശാല കണ്ടുപിടിക്കണം. നിങ്ങൾ എവിടെയാണ്? ഇതാണ് നിയമവാസനം 12 നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ആ ദൈവം അത് കണ്ടുപിടിക്കാനുള്ള മാർഗം കൊടുത്തുള്ളത്. ജർമ്മിയ 31:34 സജീവിതമായ ഒരു വലിയ മാർഗമതിയാവും നിങ്ങൾക്ക് കാണിച്ചു തരും. ഈശോ കാണിച്ചു തരുന്നത് എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് മാളികപ്പുറ. മാളികപ്പുറ എവിടെയാണ് സത്യം? യോഹന്നാൻ 17:17 സത്യം വചനമാണ്. വചനമാരാണ്. വെളിപാട് 19:11 യേശുവാണ്. യേശു ആരാണ്? ദൈവപുത്രനാണ്. 16:16 നമ്മുടെ വിശ്വാസത്തിൽ കൊണ്ടുവരണം. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. ഈശോ പറഞ്ഞ പോലെ കേട്ടാൽ സ്ഥലമെല്ലാം കാണും. എവിടെയാണ് ഒരിക്കൽ സ്ഥലമാണ്? ഈശോ പറഞ്ഞില്ലേ, രക്തവും മാംസവും ഭക്ഷിക്കുന്നതിന് ഇന്നത്തെ ജീവൻ എന്ന് പറഞ്ഞാൽ അവസാനത്ത് 6:54-56 56 വലിയ അർത്ഥമുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരും അവരിലും ഭക്ഷിക്കുന്നു. വചനം പാലിച്ചവരെ ഭക്ഷിക്കുന്നു. വചനമാണ്. ആ വചനം പഠിക്കുമ്പോഴാണ് ഭക്ഷിക്കുന്നത്. യോഹന്നാൻ 15:7 അവിടെയാണ് യോഹന്നാൻ 8:31 അതിന്റെ വചനം പാലിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യർ. അല്ലെങ്കിൽ ശിഷ്യത്വം ഉണ്ടായില്ല. അവിടെയാണ് 57-60 വാനത്തില് അടക്കയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ ദൈവരാജന് അവകാശമില്ലെന്ന് അച്ഛവൻ മരിച്ചവൻ അടക്കട്ടെ ഇതെല്ലാം പറയുന്നത്. പുതിയ ഉടമ്പടി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിലേക്ക് അവനോടൊപ്പം അപ്പസ്തലന്മാരും അവൻ അവരോട് പറഞ്ഞു, ഇവിടെ അനുഭവിക്കുന്ന മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മന്ത്രിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. ഈ കൃതജ്ഞതാസ്തോത്രമാണ് സങ്കീർത്തനം 113-118 സങ്കീർത്തനം. അത് ചെയ്താല് അതിൽ പ്രത്യേകിച്ച് പുതിയ ഭവനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാന് ഇതിന് ഒരു കൃപയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളെ ഓർമ്മ അല്ലെങ്കിൽ നമ്മളെ ഓർമ്മ. ആ വീടിന്റെ ബന്ധനം അപ്പതി ഈ സങ്കീർത്തനം ശരിയാണ്. ചിലപ്പോൾ തൂക്കത്തിലേക്ക് കേൾക്കാം. പെണ്ണുങ്ങളോടിരുന്ന് വീട്ടിലെ കൂട്ടം മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുടുംബം ചെല്ലുമ്പോൾ ഈ ബന്ധനമാണത്. ഇതാണ് ഈശോ മത്തായി 26 അധ്യായത്തിലെ സുഹൃത്തുക്കളുടെ സ്ഥാപിച്ചേരം ചെയ്ത സ്തോത്രമാണ്. ഈ സ്തോത്രം നമ്മൾ വിദ്വേഷം നടത്തുമ്പോൾ വലിയ ശക്തിയാണ്. ആത്മീയ ശക്തിയാണ്. ഈ വരം ഈ 5-6 അധ്യായം നയിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അവിടുത്തെ ബന്ധനമല്ല എല്ലായിടത്തും വേണ്ട. ചില പ്രത്യേക വീടുകളിൽ ചെല്ലുമ്പോൾ കൂടുതൽ ബന്ധനം നടത്തിയിരുന്നുമ്പോൾ ഇത് വായിക്കണം. പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടാകുന്നതാണ്.
എത്ര കോട്ടമായാലും അത്രയും അന്ധകാരം ഒന്നുണ്ടാവും. ഇതൊക്കെ ചെല്ലുമ്പോൾ അറിയാത്ത ഇത് അല്ലെങ്കിലും ഇത് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വായിക്കുകയാണ്. അതുകൊണ്ട് ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കണം എന്ന് പറയണം. തീരെ പ്രധാനിച്ചാൽ അവിടെ ഭയങ്കര ബന്ധനമുള്ള സ്ഥലമാണ്. ഓരോ സ്ഥലത്ത് ഇത് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ തലവേദന കുറച്ചുകൂടി ആത്മീയ ശക്തി ആയി കഴിഞ്ഞാൽ 23 വാക്യം പ്രകാരമുള്ള നെഞ്ചില് തിരിച്ചുള്ള കൃപ ഉണ്ടാവും. അത് പാപത്തിലെ പ്രഘോഷണം അനുസരിച്ച് റോമ 12:3 ഈ കൃപ വിശ്വാസം അനുസരിച്ച് പറയുന്ന പോലെ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ചുണ്ടാവും. ഉദാഹരണം ജെറമിയ 6:30 ഇന്ന് 6:30 കഠിന കൃപയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അതാണ് പിന്നെ ജെറമിയ 24:8 ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സാറിന്റെ പ്രയാണം പങ്കെടുക്കുന്നത് പിടിച്ചിരിക്കുന്ന പോലുള്ള ഭയങ്കര എന്താ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരിക്കൽ വന്നാല് അതറിയണം. ബന്ധനങ്ങൾ അതിന്റെ അടയാളമാണത്. അടയാളവും അത്ഭുതം പുസ്തകം പ്രവർത്തിക്കും. അവിടെ വെച്ച് തന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛന് ഇവിടെ വന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൈക്ക് പോയെന്ന് പറഞ്ഞു. ബുദ്ധിയിൽ ആലോചിച്ചാണ് അത് അടയാളം അത്ഭുതം കർത്താവ് പ്രവർത്തിക്കാൻ കാരണമായിട്ട് പോയാണ് ജീപ്പിന് ഓരനെ കാണിക്കും. ഈ കൃപയിലുള്ളതാണ്. എബ്രായർ 4:2 ഈ കൃപയിലുള്ളതാണ്. 15:18 അത്ഭുതം ഒരാളും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്ഭുതം ഒരാളും കാണിക്കുന്നുണ്ടാവും. അത് സയാണത്. അത് തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കറുത്ത പതാക കിടക്കുന്നതിനെല്ലാം ഒരു കറുത്ത പതാക കാണിയാണ് ആളുകൾ ആളുകളിന് അത് ഡിസൈൻ ചെയ്യണം. എന്തുകൊണ്ടാണ് പതാക വന്നത്? അത് യേശയ്യ 34:14 അദ്ദേഹത്തിന് സ്ഥലമായിരിക്കും. സാധാരണ ആരും അവിടെ ചെന്ന് കാണില്ല. ചില കുറുക്കിന്റെ ഉള്ളി വരുന്നു, ചിലപ്പോ കുറുനരിയിലും പട്ടി ഭയങ്കര ഇതൊക്കെ മനുഷ്യമായിട്ട് അവരെ പിള്ളേർക്ക് അറിയാൻ സാധിക്കില്ല. പട്ടി വരുമ്പോൾ തന്നെ ആന വന്നാണ് ഞാന പറഞ്ഞ് പതിനാറ് വന്നു അകർമ്മയുടെ സ്ഥലമായിട്ട് വരികയാണ്. അതാണ് സംഗീതത്തിന് 59 അവരുടെ മകത്തിൽ പട്ടി ഓടിയിരുന്നത് വെച്ചു. പട്ടി ഓടിയിരുമ്പോൾ യേശയ്യ പ്രവാചകൻ 52:11 നടന്നു. അവിടെ അകർമ്മയുടെ സ്ഥലമാണ്. ഇവിടെ പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പത്രോസ് 2:10-14 വരാം. അകർമ്മി ആരാണെന്ന് അതുകൊണ്ടാണ് ഈശോട് പറഞ്ഞത് പട്ടിക്കും ഉണ്ണിക്കും എന്ന് പറഞ്ഞത്. ആക്രമിക്കും. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വന്നത്. അങ്ങനെ കൊടുത്ത് പ്രയോഗിച്ചിൽ തന്നെ ഇവിടെ ചെയ്യുന്ന എന്താണ്? വനം പറയാം. മത്തായി 10:17 കാലപ്പുരി അപ്പത്തിന് തട്ടിക്കളഞ്ഞതാണ്. പിന്നെ അതിനെപ്പറ്റി ഓർക്കരുത്. ആ കാര്യം പിന്നെ മനസ്സിനെ കൊണ്ടുവരാൻ പാടില്ല. കൂടുതലായാലും നിങ്ങളുടെ പ്രാർത്ഥനക്ക് തടസ്സം ഉണ്ടാവും. അതുകൊണ്ടാണ് കുട്ടികളാണ്